ക്യൂബ എല്ലാവിധ ക്യൂബയെ തകർത്തു. ഒരു കൊച്ചു രാഷ്ട്രത്തെ എല്ലാ തരത്തിലും പലരും പറയുന്ന കാരണം ക്യൂബയെ കുറിച്ചിട്ട് നമ്മുടെ വലതുപക്ഷവും പൊതുവെ ലിബറലുകളും പറയുന്നുണ്ട് ക്യൂബ. നിങ്ങളെ ഒരു 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 രാജ്യത്തെ ഇപ്പൊ കേരളം രാജ്യത്തെ ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം ആരെങ്കിലും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇവിടെ എല്ലാം ഉപരോധം ഏർപ്പെടുത്തുക, ഒരു തരത്തിലുള്ളത്, പിന്നെ എങ്ങനെ കേരളം ജീവിക്കും? അപ്പൊ ക്യൂബയുടെ പ്രശ്നം ലിബറലുകൾ പറയുന്ന അതുപോലെ വലതുപക്ഷക്കാർ പറയുന്ന ഒരു രാജ്യത്തിന് എല്ലാവിധത്തിലും എംബാർഗോ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക, പിന്നെ എങ്ങനെ ആ രാജ്യം അതിജീവിക്കും? ദാരിദ്ര്യവും പട്ടിണിയോടെ വരും. അത് ഭരണകൂടത്തിന് കുഴപ്പമില്ല, കാര്യം അവരെ ഒരു തരം ട്രേഡും സാധ്യമല്ല, ഒരു തരത്തിലുള്ള പുറമേ സാധനം വരാൻ സാധ്യമില്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് എംബാർഗോയിൽ ജീവിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചോളം സോവിയറ്റ് യൂണിയനായിരുന്നു പണ്ട് സഹായം, സോവിയറ്റ് യൂണിയൻ ഇന്ന് ചൈന സഹായിക്കുന്നില്ല, പിന്നെ എങ്ങനെ അത് ജീവിക്കും ആ ദുർബലമായ രാഷ്ട്രം? അപ്പൊ അവിടുത്തെ ഭരണാധികാരികളെ കുറ്റം പറയാൻ എളുപ്പമാണ്, അവിടെ ഏകാധിപത്യമാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ രാജ്യം അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധിയിൽ പെടുത്തിയിട്ടുള്ളത് അമേരിക്കയാണ്, സാമ്രാജ്യത്വമാണ്. ഇപ്പൊ അത് ഏറ്റെടുക്കുന്നതാണ് പറയുന്നത്. ആ വാക്ക് തന്നെ മോശമായി. നമ്മൾ ടേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകൾ പറയുന്ന പോലെ ഞങ്ങളിത് ടേക്ക് ഓവർ ചെയ്യുന്നതാണ് പറയുന്നത് ക്യൂബയെ. നാളെ സംഭവിക്കാം, ഒരു പ്രതികരണം ഉണ്ടാവില്ല.